ഇപ്പോൾ മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾക്കിടയിലാണ് ഇന്നത്തെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഈ യോഗം ചേരുക. തൽക്കാലം എങ്ങോട്ടേക്കും ചരിയേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ജോസ് കെ മാണി എത്തിയെന്ന സൂചനകളാണ്. അനിൽ ജോർജ് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. അനിൽ, ഈ പറഞ്ഞതുപോലെ റോഷി അഗസ്റ്റിനും ജയരാജും ഒക്കെ കടുത്ത നിലപാടെടുത്തു. മുന്നണി വിടേണ്ടതില്ലെന്നൊരു നിലപാടിലേക്ക് എടുത്തു. അതും പാർട്ടി പിളർന്നാലും മുന്നണിക്കൊപ്പം നിൽക്കും, തുടരുമെന്ന് രണ്ടുപേരും നിലപാടെടുത്തു. പിന്നാലെ ജോസ് കെ മാണിയും ആ നിലപാടിലേക്ക് എത്തി. പക്ഷേ അണികൾക്കിടയിൽ, പാർട്ടി അംഗങ്ങൾക്കിടയിൽ അതല്ല, രണ്ടഭിപ്രായമുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. UDF-നൊപ്പം പോകണമെന്ന ആഗ്രഹം ചിലരെങ്കിലും ഉന്നയിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ യോഗം അത് എത്ര കണ്ട് നിർണായകമാണ്? എന്തൊക്കെ പ്രതീക്ഷിക്കാം അനിൽ? സേതു, ഇന്ന് നിർണായകമായ നിലയിൽ തന്നെയാണ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തന്നെ ഇവിടെ നടക്കുക. പക്ഷേ ഒരു വെട്ടുന്ന മുറിരണ്ട് എന്ന ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ പിളർന്നുകൊണ്ടുള്ള പോക്കോ അല്ലെങ്കിൽ മുന്നണി വിട്ടുപോകുന്ന ഒരു പ്രഖ്യാപനമോ എന്നും ഈ യോഗത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എങ്ങോട്ട് ആരൊക്കെ എന്ന ഒരു സൂചന കൃത്യമായി ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും എന്നതാണ് ഇതിനെ ശ്രദ്ധാർഹമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരൊക്കെ UDF-ലേക്ക് കണ്ണു നട്ടിരിക്കുന്നു എന്നതിൽ ഒരു വ്യക്തതയുണ്ടാകും. എത്ര ജില്ലാ പ്രസിഡന്റുമാർ അടക്കമുള്ളവർ അത്തരമൊരു നിലപാടിലേക്ക് പോകും എന്നതാണ് ഏറ്റവും ശ്രദ്ധയോടെ ആളുകൾ നോക്കിയിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ റോഷി അഗസ്റ്റിനും ഒപ്പം തന്നെ പ്രമോദ് നാരായണനും LDF വിട്ട് ഒരിടത്തേക്കുമില്ല എന്ന നിലപാടെടുക്കുമ്പോൾ ഇപ്പോഴും മനസ്സ് തുറക്കാത്ത രണ്ടുപേർ സെബാസ്റ്റ്യൻ കുളത്തിങ്കലും അതുപോലെ ജോബ് മൈക്കിളുമാണ്. ഇവരുടെ രണ്ടുപേരുടെയും മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടി നേരിട്ടിരുന്നു. ഇത് മുമ്പോട്ട് പോയാൽ തങ്ങളുടെ അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമോ എന്ന ഭയം ഇരുവർക്കുമുണ്ട്. ജയരാജിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം ഒന്നുമില്ലെങ്കിലും മുന്നണി വിട്ട് പോകാൻ പറ്റുന്ന ഒരു ന്യായം ചൂണ്ടിക്കാട്ടണം എന്നത് ജയരാജിൻ്റെ ഒരു നിലപാട് കൂടിയാണ്. അതിനാൽ തന്നെ MLA-മാരുടെ അഭിപ്രായത്തിൽ ഒരു ഐക്യകണ്ഠമായ ഒരു അഭിപ്രായം ഇതുവരെ എത്തിച്ചേരാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണിക്ക് നിർണായകമായ നിലയിൽ പിന്തുണ നൽകിക്കൊണ്ട് എത്ര ജില്ലാ ഘടകങ്ങൾ ഒപ്പം നിൽക്കും എന്നത് ഒരു ചോദ്യമായി നിൽക്കുകയും ചെയ്യുന്നത്. സഭയുടെ ശക്തമായ സമ്മർദ്ദം ഈ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും അതുപോലെ തന്നെ ജോബ് മൈക്കിളിനുമുണ്ട്. പക്ഷേ ഒരു വലിയ സമ്മർദ്ദ ശക്തിയായി എക്കാലത്തും സീറോ മലബാർ സഭയായിരുന്നു കേരള കോൺഗ്രസിന് മേൽ പിടിമുറുക്കുകയും മുമ്പോട്ട് നയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ജോസഫ് മാണി ലയനത്തിലും അത് പ്രകടമായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു മുഴുവൻ തരത്തിലുമുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി നിലകൊള്ളാനുള്ള ശേഷി ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്കോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കോ ഇല്ല എന്നതാണ്. മറിച്ച് പ്രാദേശികമായ സമ്മർദ്ദങ്ങൾ, അതായത് ചങ്ങനാശ്ശേരി, പാല പോലെയുള്ള പ്രദേശങ്ങളിലെ പാല, ചങ്ങനാശ്ശേരി രൂപതകൾ ആണ് ഇപ്പോൾ ഈ ഒരു സമ്മർദ്ദ തന്ത്രവുമായി മുമ്പോട്ട് നിൽക്കുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെയാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനും അതുപോലെ ജോബ് മൈക്കിളിനും UDF-ലേക്ക് കണ്ണടഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഈ സമ്മർദ്ദത്തെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കാം അനിൽ, ഇന്ന് ചർച്ചകൾ എങ്ങനെ വരുമെന്നുള്ളൊരു കാര്യം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ വേറൊരു നിലപാടിലേക്കൊന്നും പോകില്ല, ചർച്ചകളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. പിന്നെ നേതാക്കളൊക്കെ എന്ത് നിലപാടെടുക്കും എന്നുള്ളതൊക്കെയാണ് ഇനിയിപ്പോൾ കാത്തിരുന്ന് അറിയേണ്ട കാര്യം.